ഏറ്റവും ബഹുമാനപ്പെട്ട അഭിമന്യ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തിരുമേനി, ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി ജനറൽമാരെ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സുവിശേഷകരെ, സേവനിമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 ദിവസത്തെ വേദപുസ്തക പഠനം എല്ലാവരുടെയും ചിന്തകളെ ഒന്ന് നയിക്കുന്നതിന് വേണ്ടി ഒരു ഉപകരണമായി ഞാനിവിടെ നിൽക്കുകയാണ്. നമ്മൾ ഈ ഒരു സമൂഹം മുഴുവനും കൂടെ പങ്കാളികളാകുന്ന ഒരു ബൈബിൾ പഠന രീതിയാണ് നമുക്കുള്ളത്. നിങ്ങളെല്ലാവരും തന്നെ ഒരുമിച്ച് ധ്യാനിക്കുകയും നമുക്കൊരുമിച്ച് ചിന്തിക്കുകയും ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനത്തെ ആസ്പദമാക്കിയുള്ള 4 ബൈബിൾ പഠനങ്ങളാണ് ഇപ്രാവശ്യം ക്രമീകരിക്കണം എന്ന് വിചാരിച്ചത്. എഫേസ്യ ലേഖനം വേദപുസ്തകത്തിലെ ലേഖനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്ന ലേഖനമാണ്. നമുക്കറിയാവുന്നതുപോലെ വളരെ അനുഗ്രഹീതമായ വേദപുസ്തക കാഴ്ചപ്പാടുകൾ, ദൈവശാസ്ത്ര ശാക്തീകരണങ്ങളൊക്കെ നമുക്ക് നൽകുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ സാങ്കേതിക വശങ്ങളിലേക്ക് ഇപ്പോൾ പോകുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ ഈ ബൈബിൾ പഠനം ഒരു ഡിവോഷണലായിട്ടുള്ള പഠനമായിരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇതുപോലത്തെ ഒരു സമൂഹത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പഠനമോ വളരെ പണ്ഡിതോചിതമായിട്ടുള്ള ഒരു സമീപനമോ ഒന്നും നമുക്കല്ല. ധ്യാനാത്മകമായി നമ്മുടെ ജീവിതത്തെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നതിനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് പുനർസമർപ്പിക്കുന്നതിനുമൊക്കെ നമ്മുടെ ഈ ധ്യാന മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഉപദേശം, ശാസന, ശിക്ഷ, നീതിലഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ പരമപിതാവേ വേഗം നീ റൂഹായാലേ അരുളിടേണമെന്നും. ബാർക്കുമോർ സ്തമൻ കാലോസ് കുരേലായേസോൻ. ദൈവമായ കർത്താവേ, നിൻ്റെയും ദിവ്യന്മാരായ നിൻ്റെ സ്ലീഹന്മാരുടെയും നിൻ്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് സ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ആമേൻ. കാലഹരണപ്പെടുന്ന തിരുവെഴുത്തുകൾ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. തിരുവെഴുത്തുകൾ കാലഹരണപ്പെട്ടു പോകുന്നത് തിരുവെഴുത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മതജീവിതത്തിന് വളരെയധികം അപകടകരമാണ് എന്നുള്ളതിന് സംശയമില്ല. വി ആസ് എ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, we are a scriptural community and we depend on the scripture, and the scripture shall not be obsolete, it shall not be outdated. തിരുവചനം നമുക്ക് കാലാനുസൃതമായി തീരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംവേദിക്കുന്നതിലൂടെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് നമുക്ക് തിരുവചനത്തെ ഏറ്റവും അനുഭവപൂർണ്ണമാക്കി തീർക്കുവാൻ സാധിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് മേ ദ ഹോളി സ്പിരിറ്റ് ക്വിക്കനസ്, പരിശുദ്ധാത്മാവ് നമ്മെ ജീവിപ്പിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതായ ദർശനം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യു ആർ അനന്തമൂർത്തിയുടെ സംസ്കാരം എന്ന ഒരു നോവലുണ്ട്. ആ നോവലിൻ്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന്, ആദ്യം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്ന് കാലഹരണപ്പെടുന്ന തിരുവെഴുത്തുകൾ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കാലഹരണപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന്
എഫേസ്യ ലേഖനം 3-ാം അധ്യായമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇന്ന് 3-ാം അധ്യായത്തെ സംബന്ധിച്ചുള്ള ഒരു ധ്യാനം, തുടർന്ന് 2-ാം അധ്യായത്തിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നും ചേർത്ത് അടുത്ത 3 ധ്യാനങ്ങൾ നമുക്കൊരുമിച്ച് നമ്മുടെ സഭാ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചും ചർച്ച ചെയ്യാനായിട്ട് സഹായകരമായി തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു. 3-ാം അധ്യായം ഒരു പ്രാർത്ഥനയാണ്. നമുക്കറിയാവുന്നതുപോലെ പ്രാർത്ഥന തുടങ്ങി പിന്നെ ഒരു കോമ ഇട്ടിട്ട് ഒരു 10-13 വാക്യങ്ങൾ അദ്ദേഹം അതിനകത്തൂടെ ഒരു പാരന്തസിസ് എന്ന് പറയുന്നത് പോലെ വേറെ ചില സഭാ സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന നടത്തുകയാണ്. തുടർന്ന് ഒരു ആശീർവാദം. അതാണ് 3-ാം അധ്യായം. അപ്പോൾ നമുക്ക് നോക്കിയാൽ നമുക്കങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാം അധ്യായം. അപ്പോൾ വേദപുസ്തകം കയ്യിലുള്ള ആളുകൾ പുസ്തകം തുറക്കുകയും പുസ്തകത്തിനകത്തേക്ക് നോക്കുകയും നമുക്ക് ഒരുമിച്ച് പുസ്തകത്തിനകത്തേക്ക് നോക്കുകയും ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദ സ്ട്രക്ചർ ഓഫ് ദ 3rd ചാപ്റ്റർ ഈസ് ലൈക്ക് ദാറ്റ്. ഇറ്റ് ബിഗിൻസ് പൗലോസിനെ കുറിച്ച് സ്വയം ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ബദ്ധനായ പൗലോസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിനകത്ത് അദ്ദേഹത്തിന് ലഭിച്ച മർമ്മം, അദ്ദേഹത്തിന് ലഭിച്ച വെളിപാടിൻ്റെ മർമ്മം അത് വിശദീകരിക്കാനൊന്ന് ശ്രമിച്ചതിന് ശേഷം പ്രാർത്ഥന നടത്തുകയാണ്. തുടർന്നൊരാശീർവാദവും നമുക്കവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മൊത്തത്തിൽ ഒരു സുവിശേഷകൻ്റെ അല്ലെങ്കിൽ ഒരു മിഷണറിയുടെ, സഭാസ്ഥാപകൻ്റെ, എഫേസ്യ സഭ അദ്ദേഹം സ്ഥാപിച്ചതല്ല, എന്നാൽ ഒരു സഭാസ്ഥാപകൻ്റെ, ശില്പിയും പണിക്കാരനുമായ ഒരു സഭാസ്ഥാപകൻ്റെ സ്വപ്നങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സഭാ ജീവിതവുമായിട്ടൊക്കെ ചേർത്ത് വെച്ച് നമ്മുടെ വ്യക്തിപരമായ ആധ്യാത്മിക ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമുക്കിത് കാണാനായിട്ട് ശ്രമിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സുവിശേഷ പ്രതിബദ്ധതയുള്ള മാർത്തോമ സഭയുടെ അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ എഫേസ്യ ലേഖനത്തിൻ്റെ ശക്തീകരണം വളരെ റെലവൻ്റാണ്, സംഗതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വേദഭാഗം പഠിക്കാനും ധ്യാനിക്കാനുമായിട്ട് എടുക്കാം എന്ന് വിചാരിച്ചത്. 3-ാം അധ്യായം ആരംഭിക്കുന്നത് അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് നിമിത്തം എന്ന് പറഞ്ഞിരിക്കുന്ന മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ ലിങ്ക് ചെയ്തുകൊണ്ടാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അദ്ദേഹം പറയുന്നത് ഞാൻ അത് നിമിത്തം ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു, ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി. ഇതൊരു സർക്കുലർ ലെറ്ററാണ് എന്നാണ് പറയുക. ഒരു സർക്കുലർ കൽപ്പന പോലെ, ഒരു സർക്കുലർ ലെറ്ററായി മുഴുവൻ സഭകൾക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക സഭയ്ക്ക് എന്നുള്ളതല്ല. അതുകൊണ്ടാണ് എഫേസൂസിൽ എന്നുള്ളത് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നത് എന്നാണ് പറയുക തുടക്കത്തിൽ. അതുകൊണ്ട് ഇതൊരു സർക്കുലർ ലെറ്ററാണ്, മുഴുവൻ സഭകളിലും വായിച്ച് കേൾപ്പിക്കത്തക്കവണ്ണം. കൊലോസ്യ സഭയിലൊക്കെ ഇത് വായിച്ച് കേൾപ്പിച്ചതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് ഇതൊരു സർക്കുലർ ലെറ്ററാണ്. മൊത്തം സഭാ ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും സ്വാധീനിക്കുന്ന ഒരു പുസ്തകമായി, ഒരു ലെറ്ററായി നമുക്ക് കാണണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിമിത്തം എന്ന് പറയുമ്പോൾ താൻ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ദർശനം ആവശ്യമുള്ള എല്ലാവർക്കും ഒരുപോലെ സംഗതമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ബദ്ധൻ എന്ന്. അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള, അദ്ദേഹം വളരെ ശക്തീകരിച്ച് പറയുന്ന ഒരു പ്രയോഗമാണത്, ബദ്ധൻ. ഐ എം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ബദ്ധനാണ് എന്ന് പറയുക. ഫിലോമോൻ്റെ ലേഖനം 1-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും അദ്ദേഹം ഇതേ പ്രയോഗം ആവർത്തിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ബദ്ധൻ എന്നുള്ള പ്രയോഗം ആവർത്തിക്കുന്നുണ്ട്. ക്രിസ്തുയേശുവിൻ്റെ ബദ്ധൻ അല്ലെങ്കിൽ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ് റോമൻ സാമ്രാജ്യത്തിലെ റോമൻ തടവറയിലെ ഒരാളായിരുന്നു, അല്ലെങ്കിൽ റോമൻ തടവുകാരനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആ സമയത്ത് ഇത് കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്, കാരാഗ്രഹ അനുഭവത്തിൽ താൻ ഒരു റോമൻ പ്രിസണറാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ അതേ സമയത്ത് തന്നെ താൻ ക്രിസ്തുവിൻ്റെ ബദ്ധനാണ്, ക്രിസ്തുവിൻ്റെ പ്രിസണറാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഭാഗത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ ബദ്ധൻ എന്നുള്ള ഈ ചിന്തയെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ സഹനങ്ങളൊക്കെ നമ്മൾ കൊലോസ്യർ 1:24 2 കൊരിന്ത്യർ 15
2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിലും 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലുമൊക്കെ തൻ്റെ സഹനങ്ങൾ താൻ തൻ്റെ ശരീരത്തിൽ, ക്രിസ്തുവിൻ്റെ ശരീരത്തിലേറ്റ സഹനങ്ങളുടെ പൂർണ്ണതയാണ്. അല്ലെങ്കിൽ അത് എത്രമാത്രം, അതെന്തെങ്കിലും പോരായ്മയുണ്ടായിരുന്നെങ്കിൽ അത് തൻ്റെ ശരീരത്തിൽ താൻ നിവർത്തിക്കുകയാണ് എന്ന് അദ്ദേഹം പറയാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതായത് ക്രിസ്തു ശരീരത്തിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ നിർവഹിച്ച അല്ലെങ്കിൽ അനുഭവിച്ച കഷ്ടതകൾ, അല്ലെങ്കിൽ യേശു തമ്പുരാൻ അനുഭവിച്ച കഷ്ടതകൾ, അതിൽ തന്നെ പോയാൽ പോരാ, പിന്നെ കാലങ്ങളിലൂടെ ഈ സഹനങ്ങൾ ആവശ്യമാണ് എന്നൊരു ചിന്ത അതിനകത്തുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഈ സഹനം എന്ന് പറയുന്നത് ഒരിക്കലായി മാത്രം നടന്ന ഒന്നായിട്ടല്ല, പിന്നെ ഇറ്റ് ഷുഡ് ബി എ കണ്ടിന്യൂസ് പ്രോസസ്സ്, ഒരു 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 തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് എന്നുള്ള ഒരാശയമാണ്. പ്രത്യേകിച്ച് ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഫോർ ദ സേക്ക് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ഒക്കെയുള്ള സഹനാനുഭവങ്ങൾ വിധിക്കപ്പെട്ടതാണ്. അത് നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. ആൻഡ് ദാറ്റ് വി ആർ ഒബ്ലൈജ്ഡ് ടു, നമ്മളത് ചെയ്യുവാൻ കടപ്പെട്ടവരാണ് എന്നുള്ള ഒരാശയമൊക്കെ അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സഹനം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെയും കൃപയുടെയും അടയാളമാണ്. ഇതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു ചിന്ത. സഫറിങ് എന്ന് പറയുന്നത് വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒന്നല്ല. പിന്നെ സഹനം ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടിയുള്ള സഹനം, അത് തെരഞ്ഞെടുപ്പിൻ്റെയും തൻ്റെ ചോയ്സിൻ്റെയും എലക്ഷൻ്റെയും അതുപോലെ തന്നെ തൻ്റെ കൃപയുടെയും അടയാളമായി അപ്പോസ്തലൻ വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അതൊരു ധ്യാനമാണ്. മൈ സഫറിങ്സ് ആർ മൈ സൈൻസ്, എൻ്റെ അടയാളങ്ങളാണ്. ആൻഡ് മൈ സഫറിങ് ഈസ് എ ടോക്കൺ ഓഫ് മൈ ചോയ്സ്, ഐ ബീയിങ് ചോസൻ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ, ഞാൻ എലക്റ്റഡ് ആയതിൻ്റെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അപ്രകാരം ഞാൻ ആയിരിക്കുന്നതിൻ്റെ ഒരു അടയാളമായി കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് എൻ്റെ സഹനം വളരെ പ്രയോജനമായി എന്ന്. അത് പറയാനുള്ള കാരണം, സഹോദരന്മാർ മിക്ക പേരും എൻ്റെ ബന്ധനങ്ങളാൽ ധൈര്യം പൂണ്ട് ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അത് കാരണമായി. മൈ സഫറിങ്സ്, എൻ്റെ കഷ്ടതകൾ അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല. ഞാനിങ്ങനെ തടവിലായിരിക്കുന്നു എന്നറിയുമ്പോൾ സഹോദരന്മാർ പലരും സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാവുകയും സുവിശേഷം പ്രസംഗിക്കാൻ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ കാഴ്ച അദ്ദേഹത്തിന് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, നമ്മളും ഫോർ ദ സേക്ക് ഓഫ് ദ കിങ്ഡം, ദൈവരാജ്യത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും ഒക്കെയുള്ള നമ്മുടെ സഹനങ്ങൾ, ദാറ്റ് കുഡ് ബി വെരി പോസിറ്റീവ് ആൻഡ് ക്രിയേറ്റീവ്. അത് വളരെ ക്രിയാത്മകമായി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതായി, പ്രേരിപ്പിക്കുന്നതായി, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് മുഖാന്തരമായി തീരുന്നു എന്നുള്ള വലിയൊരാശയമാണ്. എനിക്ക് ഈ വരികൾക്കിടയിലൂടെ വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഞാൻ ക്രിസ്തുയേശുവിൻ്റെ ബദ്ധൻ എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, ഞാൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ തടവുകാരനാകും മുമ്പ്, ഈവൻ പ്രയർ ടു ദാറ്റ്, ഐ എം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിൻ്റെ ബദ്ധനാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ ബദ്ധനായി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ ബദ്ധനായത്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തീകരണമാണ്. ഐ ആം എ പ്രിസണർ ഓഫ് ക്രൈസ്റ്റ് ഈവൻ ബിഫോർ ഐ ആം എ പ്രിസണർ ഇൻ ദ റോമൻ പ്രിസൺ. റോമൻ തടവറയിൽ ഞാനൊരു തടവുകാരനാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ക്രിസ്തുവിൻ്റെ തടവുകാരനാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കവിടെ ലഭിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, തനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ പ്രകാരം എന്ന് താഴോട്ട്, ദൈവകൃപയുടെ വ്യവസ്ഥ പ്രകാരം. ഞാൻ നേരത്തെ പറഞ്ഞു, ദിസ് സഫറിങ് ഈസ് എ ടോക്കൺ ഓഫ് ഹിസ് എലക്ഷൻ ആൻഡ് ദാറ്റ് ഈസ് എ സിംബൽ ആൻഡ് സൈൻ ഓഫ് ഹിസ് ഗ്രേസ്, ദ ഗ്രേസ് ബെസ്റ്റോഡ് ഓൺ ഹിം. തൻ്റെ മേൽ പകരപ്പെട്ട കൃപയുടെ ഒരു അടയാളം കൂടെയാണ് എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഇവിടെ പൗലോസ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഗ്രേസ് ബ്രിങ്സ് സ്റ്റീവാർഡ്ഷിപ്പ് എന്നുള്ള ഒരാശയമാണ്. കൃപ എന്നത് എല്ലായ്പ്പോഴും സ്റ്റീവാർഡ്ഷിപ്പിനെ ക്ഷണിക്കുന്നതാണ്.
അപ്പോൾ കൃപ എന്നത് നോട്ട് ടു ബി നെഗറ്റീവ് ആൻഡ് പാസീവ്. നമ്മൾ വളരെ നെഗറ്റീവായി പാസീവായി ഇരിക്കുന്നതിനുള്ള ഒന്ന് എന്നുള്ളതല്ല. പിന്നെയോ ഗ്രേസ് ബ്രിങ്സ് സ്റ്റീവാർഡ്ഷിപ്പ്. വിഷൻ പുട്ട്സ് എവറിത്തിങ് ഇൻ പെർസ്പെക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ദർശനമാണ് എല്ലാറ്റിനെയും പെർസ്പെക്റ്റീവിൽ കൊണ്ടുവരുന്നത്. നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്നത് കോസ് ആൻഡ് ഇഫക്റ്റിനെ കുറിച്ചാണ്. ഒരിതിൻ്റെ കാരണം, അതിൻ്റെ ഫലം, അങ്ങനെയാണ്. എന്നാൽ ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം ഈ ഇഫക്റ്റിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരുപാട് അനുരണനങ്ങളെക്കുറിച്ചാണ്. അനുരണനങ്ങളാണ്, റിപ്പിൾസാണ്. ബിക്കോസ് ഓഫ് ദിസ് നമ്പർ ഓഫ് റിപ്പിൾസ് ആർ ഹാപ്പനിങ്. ഒരുപാട് അനുരണനങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ കൃപ എന്നത് ഇറ്റ് ബ്രിങ്സ് സ്റ്റീവാർഡ്ഷിപ്പ് എന്നുള്ളതാണ് നമുക്കവിടെ വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയാണ്. വ്യവസ്ഥ എന്നൊരു വാക്കാണ് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്ത്? മൈ സ്റ്റീവാർഡ്ഷിപ്പ്. എനിക്ക് ലഭിച്ച ഈ ഗ്രേസ് ഉണ്ടല്ലോ, ആ ഗ്രേസ് എന്നെ ഒരു സ്റ്റീവാർഡ്ഷിപ്പിലേക്ക്, എന്നെ ഒരു കാര്യനിർവഹണ ചുമതലയിലേക്ക് എന്നെ നയിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ വിഷൻ ഓൾവേസ് പുട്ട്സ് തിങ്സ് ഇൻ പെർസ്പെക്റ്റീവ്. നമ്മുടെ എല്ലാ നടപടികളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും നമ്മുടെ ദർശനമാണ് കണ്ണ് തുറപ്പിക്കുന്നത്. ഓൾവേസ് വിഷൻ ഓപ്പൺസ് അവർ ഐസ്. നമ്മുടെ അകത്തെ കണ്ണുകളെ തുറപ്പിക്കുന്നത് ദർശനമാണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. എവരി ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടിയാണ്. ഈച്ച് ആൻഡ് എവരി ഇൻഡിവിജ്വൽ. ഇന്ന് രാവിലെ വചന പഠനത്തിന് മുമ്പിലിരിക്കുമ്പോൾ ഈ വചനം എന്നെ ഓർമ്മിപ്പിക്കുന്നതും ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കുന്നതുമായ ഒരു കാര്യം, നോ ലൈഫ് ഈസ് പർപ്പസ്ലെസ്. ഒരു ജീവിതവും ഉദ്ദേശ്യരഹിതമല്ല എന്നുള്ളതാണ്. എവറി ലൈഫ് ഈസ് പർപ്പസ് റിഡൻ ആൻഡ് പർപ്പസ്ഫുൾ. ഏത് ജീവിതവും പർപ്പസ്ഫുള്ളാണ്. അപ്പോൾ ദൈവത്തോടുകൂടെ ആ ലക്ഷ്യങ്ങൾ കണ്ടെത്തുക, ആ ഉദ്ദേശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ള വലിയൊരു നിയോഗം ദൈവം നമുക്ക് തരികയാണ്. വെളിപാടാണ് കണ്ണു തുറക്കുന്നത്. അപ്പോൾ ദൈവിക വെളിപാടുകൾ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ അകത്തെ കണ്ണുകൾ തുറക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നതിന് വേണ്ടി. നാളത്തെ ഒരു ക്ലാസ്സിൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഞാൻ പറയും. നിങ്ങളുടെ ഹൃദയദൃഷ്ടി തുറക്കുന്നതിന് വേണ്ടിയും നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ശക്തമായി വളരുന്നതിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് അപ്പോസ്തലൻ തൻ്റെ സഭയോട് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ വിഷൻ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്ന് ധ്യാനിക്കണം. വാട്ട് ഈസ് അവർ വിഷൻ അബൌട്ട് അവർ ലൈഫ്സ്? നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു ദർശനം എന്താണ്? ആ ദർശനത്തെ നമുക്ക് പ്രായോഗികമാക്കത്തക്കവണ്ണമുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? വേദപുസ്തകത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങൾ ദർശനം കണ്ണു തുറന്നതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ സഹായകരമായിട്ടുള്ള ഒരുപാട് വേദപുസ്തക സന്ദർശനങ്ങളുണ്ട്. നമുക്കറിയാം, മോശയുടെ ഹോരേബ് ദർശനം വളരെ പ്രശസ്തമാണ്. മോശ ഇങ്ങനെ ഹോരേബ് പർവ്വതത്തിൽ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ലഭിച്ച ദർശനത്തിലൂടെ, വിളിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനൊരു പെർസ്പെക്റ്റീവ് ഉണ്ടായത്, ഒരു വ്യത്യസ്തമായ ഒരു ദർശനം, ഒരു കാഴ്ചപ്പാടുണ്ടായത് എന്ന് നമുക്കറിയാം. യോർദാൻ നദിയിൽ സ്നാനമേൽക്കുന്ന സമയത്ത് യേശു കർത്താവിനുണ്ടായ ദർശനവും ഒരു പെർസ്പെക്റ്റീവിനെ സൃഷ്ടിച്ചു കൊടുക്കുന്നതായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. നമുക്കറിയാവുന്നതുപോലെ പിന്നീട് പൗലോസ് അപ്പോസ്തലൻ അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ പ്രസംഗിക്കുന്ന സമയത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായത്തിലാണ് നമ്മൾ വായിക്കുന്നത്, അഗ്രിപ്പ രാജാവെ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിപ്പാൻ എനിക്ക് കഴിയുകയില്ല. ഐ മസ്റ്റ് ഒബേ ആൻഡ് ഒബ്ലൈജ് ടു ദ ഹെവൻലി വിഷൻ. ഈ സ്വർഗീയ ദർശനത്തിന് അനുസരണം കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശ്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വർഗീയ ദർശനങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്ന് മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെ അത്ഭുത പരതന്ത്രനാവുകയാണ്. വൈ ഐ ആം ചോസൺ, ഞാൻ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? സകല വിശുദ്ധന്മാരിലും ചെറിയവനായ തനിക്ക് എന്ന് അദ്ദേഹം പറയുന്നു. സകല വിശുദ്ധന്മാരിലും ചെറിയവനായ തനിക്ക്. പിന്നെ സഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പസ്തോലൻ എന്നുള്ള പേരിന് താൻ
യോഗ്യനുമല്ല എന്നാണ് പറയുക. സഭയെ ഉപദ്രവിച്ചതുകൊണ്ട് താൻ അപ്പോസ്തലൻ എന്നുള്ള പേരിന് യോഗ്യനുമല്ല, എന്നാൽ ദൈവത്തിൻ്റെ കൃപ എന്നിൽ വന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ദർശനം കൂടെ അതിനോട് ചേർന്ന് പറയുകയാണ്. ദി എലക്ഷൻ ആൻഡ് ദ ചോയ്സ് ഈസ് നോട്ട് ഓൺ ഹ്യൂമൻ ക്രൈറ്റീരിയ. എലക്ഷൻ എന്ന് പറയുന്നത്, ചോയ്സ് എന്ന് പറയുന്നത് മാനുഷികമായ എന്തെങ്കിലും പരിഗണനകളിലാണ് എന്ന് പറയാൻ പാടില്ല. ഇറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ്, അതിനപ്പുറത്താണ്. അപ്പോൾ ഇറ്റ് ഈസ് ഓൺ ഗോഡ്സ് ക്രൈറ്റീരിയ. ഒരു കാര്യം, ഗോഡ് ക്യാൻ ട്രാൻസ്ഫോം. ദൈവത്തിന് രൂപാന്തരം വരുത്തുവാൻ കഴിയും എന്നുള്ള ഒരു വലിയ ചിന്തയാണ്. അപ്പോൾ ഈ ഉപദ്രവിയായിരുന്ന ശൗലിനെ സഭയുടെ ശില്പിയും പണിക്കാരനുമാക്കി തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് രൂപാന്തരം വരുത്തുന്ന രൂപാന്തരത്തിൻ്റെ അത്ഭുത പ്രക്രിയ നമുക്ക് പൗലോസിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസിൻ്റെ, നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചതാണ്, ശില്പിയും പണിക്കാരനുമായ പൗലോസ് ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ, അനുഷ്ഠിപ്പാനുള്ള ദൈവകൃപ നമുക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മളും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എനിക്ക് നീ ദർശനം തരണമേ എന്ന് തന്നെയാണ്. ഓപ്പൺ മൈ ഐസ് ഓ ലോർഡ് ദാറ്റ് ഐ വിൽ ഹാവ് വിഷൻ അബൌട്ട് മൈ ലൈഫ്. ഓപ്പൺ മൈ ഐസ് ഓ ലോർഡ് ദാറ്റ് ഐ വിൽ ഹാവ് പെർസ്പെക്റ്റീവ്സ് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ്സ് ലഭിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ദി പവർ ഓഫ് ട്രാൻസ്ഫർമേഷൻ ഈസ് ഇൻഎക്സ്പ്ലെയിനബിൾ. പവർ ഓഫ് ട്രാൻസ്ഫർമേഷൻ. വെൻ ഗോഡ് ഫങ്ഷൻസ് ഓൺ അസ്, ദൈവം നമ്മുടെ മേൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ രൂപാന്തരത്തിൻ്റെ ശക്തി വളരെ വലുതാണ് എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദർശനം എപ്പോഴാണ് പൗലോസിനുണ്ടായത്? അത് ദമസ്കോസിൻ്റെ പടിവാതിലിൽ വെച്ചാണ് എന്ന് നമ്മൾ പറയും. അറ്റ് ദ ഗേറ്റ്സ് ഓഫ് ഡമാസ്കസ് ഹി ഹാഡ് എ മൈറ്റി വിഷൻ in which he was overpowered by the risen Lord. അല്ലേ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ സ്വാധീനിക്കുന്ന, തൻ്റെ മേൽ അധികാരം ചെലുത്തുന്ന, തന്നെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരു ദർശനമൊക്കെ അവിടെ ദമസ്കോസ് പടിവാതിൽ വെച്ച് ഉണ്ടായെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഫ്രം ഡമാസ്കസ് ടു റോം എന്ന്, ഫ്രം ഡമാസ്കസ് ടു റോം, ദമസ്കോസ് പടിവാതിൽ മുതൽ റോം വരെ അദ്ദേഹത്തിൻ്റെ ദർശനം തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഒരിടത്ത് വെച്ച് ദർശനം അവസാനിക്കുകയല്ല. ദർശനം ഒരിടത്ത് ആരംഭിക്കുന്നത് ദർശനത്തിന് തുടക്കം മാത്രമാണ്. ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നതാണ്, മോശയോട് പറയുകയാണ്. മോശ കർത്താവിനോട് ചോദിക്കുന്നു, വാട്ട് ഷാൽ ഐ സേ ആൻഡ് വാട്ട് ഈസ് യുവർ നെയിം? ഞാൻ എങ്ങനെയാണ് നിന്നെ പരിചയപ്പെടുത്തേണ്ടത് എന്ന് ചോദിക്കുന്നവരനെ മോശയോട് പറയുകയാണ്, ഐ ആം ദറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നവൻ നിന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ അവരോട് പോയി പറയുക. അപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഗോഡ് കുഡ് നോട്ട് ബി കൺഫൈൻഡ് വിതിൻ എ പർട്ടിക്കുലർ ഡെഫിനിഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക നിർവചനത്തിനകത്ത്, ഒരു പ്രത്യേക പേരിനകത്ത് മാത്രം ദൈവത്തെ നമുക്ക് പരിമിതപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. ഗോഡ് ഈസ് ബിയോണ്ട് ദാറ്റ്, അതിനപ്പുറത്താണ്. അപ്പോൾ പരിണമിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഗോഡ് വിൽ ബി എ റിയാലിറ്റി ടു യു. നിനക്കൊരു റിയാലിറ്റി ആയിരിക്കും എന്ന് തന്നെയാണ്. അതാണ് മോശയോട് പറഞ്ഞത്. അങ്ങനെ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുകയാണ്. യാക്കോബിനോട് മല്ലു പിടിക്കുന്ന സമയത്ത് പെനിയേലിൽ വെച്ച് സംഭവിക്കുന്നതും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. പെനിയേൽ യാക്കോബിനോട് നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് എന്ന് പറഞ്ഞു. നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ പേരെന്തിനാണ് ചോദിക്കുന്നത് എന്ന് നമുക്കവിടെ വായിക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു വായനയിൽ ഞാൻ ധ്യാനിച്ചപ്പോഴും എനിക്ക് വചനം തരുന്ന ഒരു ഉൾക്കാഴ്ചയും, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ പരിണാമങ്ങളിൽ എനിക്ക് ദർശനം തരുന്നവനാണ് എന്നുള്ളതാണ്. ഇൻ ദി എവല്യൂഷൻസ് ഓഫ് മൈ ലൈഫ് മൈ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു മീ ആൻഡ് ഗോഡ് ഈസ് എ റിയാലിറ്റി ടു മീ. ദൈവം എനിക്കൊരു യാഥാർത്ഥ്യമാണ് എൻ്റെ പരിണാമങ്ങളിൽ. എൻ്റെ പരിണാമങ്ങളിൽ യാഥാർത്ഥ്യമാകാത്ത ഒരു ദൈവം എനിക്ക് ദൈവമാകുകയില്ല. ഞാനായിരുന്ന ഒരിടത്ത് വെച്ച് എന്നോട് സംസാരിച്ച ഒരു ദൈവം മാത്രമല്ല, എൻ്റെ ജീവിതയാത്രയിൽ എന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ പരിണാമങ്ങളിൽ എന്നോടൊപ്പം പരിണമിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവം. എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ പരിണമിക്കുന്ന ഒരു ദൈവമാണ്.
അപ്പോൾ ദൈവം പരിണമിച്ച് എവിടം വരെ ചെല്ലും എന്നൊക്കെയുള്ള ഒരു ചോദ്യം. ഞാൻ പറയുന്നു, ടു മീ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ എനിക്ക് മരുഭൂമിയിൽ ആഹാരമില്ലാതിരിക്കുമ്പോൾ അവൻ മന്നയായി പരിണമിക്കുന്നു. എനിക്ക് മരുഭൂമിയിൽ ദാഹജലമില്ലാതെ ഇരിക്കുമ്പോൾ എനിക്ക് തീക്കൽപ്പാറയിൽ നിന്നുള്ള വെള്ളമായി അവൻ ആവുകയാണ്. എന്നെ ശത്രു പിന്നാലെ ഗമിക്കുന്ന സമയത്ത് മുമ്പിലെനിക്ക് അപ്രതിരോധ്യമായ ഒരു തടസ്സമുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ ദൈവം എനിക്ക് അനുഭവമാവുകയാണ്. എൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ എനിക്കൊരു സംരക്ഷണമായി മാറുകയാണ്, എൻ്റെ ആഹാരമായി മാറുകയാണ്, എൻ്റെ വെള്ളമായി മാറുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സാധാരണ അനുഭവമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ എന്നും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇന്നത്തെ ദൈവവചന പഠനത്തിൽ ഞാൻ പറയുകയാണ്, ഫ്രം ഡമസ്കസ് ടു റോം, ഡമസ്കോസ് മുതൽ റോം വരെയും അദ്ദേഹത്തിൻ്റെ യാത്രയിൽ, മിഷണറി യാത്രകളിലെല്ലാം ദൈവത്തിൻ്റെ ദർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ട് ഇരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം, ഞാൻ ആദ്യത്തെ ഒരു ഭാഗം അങ്ങോട്ട് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഡു വി ഹാവ് എ കൺവിക്ഷൻ ദറ്റ് വി ആർ ദ പ്രിസണേഴ്സ് എന്നുള്ള ഇൻവെർട്ട് കോമേഴ്സിലാണ്. ആർ വി ദ പ്രിസണേഴ്സ് ഓഫ് ദ ലിവിങ് ക്രൈസ്റ്റ്? ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ഒരു ബദ്ധൻ എന്നുള്ള നിലയിലുള്ള ഒരവസ്ഥ, അത്തരത്തിലുള്ള ഒരു അനുഗ്രഹം നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ആ ഒരു ബോധ്യമാണ് വാസ്തവത്തിൽ ഈ ലോക ജീവിതത്തിൽ എനിക്കുണ്ടാകാവുന്ന ഏതൊരു സംഘർഷത്തിൻ്റെയും മധ്യത്തിൽ എന്നെ സഹായിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ബൈബിൾ ക്ലാസ്സിൽ ഈ വചന പഠനത്തിലിരിക്കുന്ന നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കുണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും അതുതന്നെയാണ്. ആം ഐ ഇൻഡെപ്റ്റഡ് ടു മൈ ലോഡ്? ഈസ് ഹി മൈ ലോഡ്? അവൻ എൻ്റെ കർത്താവാണോ? അവൻ്റെ കർത്തൃത്വം ഞാൻ അംഗീകരിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ക്യാൻ ഐ അക്നോളജ് ഹിം ആസ് മൈ ലോഡ് എന്നുള്ളതാണ്. അത് പൗലോസ് അപ്പോസ്തലൻ അതാ പറഞ്ഞ്, ഞാൻ ക്രിസ്തുവിൻ്റെ ബദ്ധനാണ്. റോമൻ സാമ്രാജ്യത്തെ ചക്രവർത്തിയുടെ തടവറയിൽ കിടക്കുമ്പോൾ മാത്രമല്ല, ത്രൂ ഔട്ട് മൈ ലൈഫ് ഐ ആം ഇൻഡെപ്റ്റഡ് ടു മൈ ലോഡ്, ഐ ആം എ പ്രിസണർ ടു മൈ ലോഡ്. എൻ്റെ കർത്താവിന് ഞാൻ ഒരു തടവുകാരനാണ്, ബദ്ധനാണ് എന്നുള്ള ഒരാശയം. 2, ദർശനം. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ദർശനങ്ങളെ നമ്മൾ സ്വാംശീകരിച്ചിട്ടുണ്ടോ? കുഡ് വി അപ്രോപ്രിയേറ്റ് ദ വിഷൻസ് വിച്ച് വി വെർ ഗിവൺ? ജീവിതത്തിൽ ദർശനങ്ങളില്ലാത്ത ആരും ഇല്ല എന്നാണ് എൻ്റെ വിചാരം. ഏതൊക്കെയോ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഇൻ അവർ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ഗോഡ് വാസ് എ റിയാലിറ്റി ടു അസ്. നമുക്ക് പലപ്പോഴും റിയാലിറ്റി ആയിരുന്നിട്ടുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന ആളുകളോട് വ്യക്തിപരമായി സംസാരിച്ചാൽ ദൈവം ജീവിതത്തിൽ ഇടപെട്ട സന്ദർഭങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം പറയും എന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ പറയാൻ സാധിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയുന്നു, ദാറ്റ് വാസ് എ പവർഫുൾ ടൈം ഓഫ് ഗോഡ്സ് ഇൻ്റർവെൻഷൻ ഇൻ യുവർ ലൈഫ്. ജീവിതത്തിൽ ദൈവം തമ്പുരാൻ വളരെ ശക്തമായി ഇടപെട്ട ഒരു സന്ദർഭമായിരുന്നു അത് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കുന്നതാണ് നമ്മുടെ ഒരു സ്പിരിച്വൽ വിഷൻ എന്നാണ് എൻ്റെ വിചാരം. ദർ ഇസ് നത്തിങ് ആക്സിഡൻ്റൽ ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ യാദൃച്ഛികമായതൊന്നും ഇല്ല. ഇൻ അവർ വൊക്കാബുലറി എവറിഥിങ് ഈസ് പ്രൊവിഡൻഷ്യൽ. എല്ലാം ദൈവബന്ധത്തിൽ കാണുവാൻ സാധിക്കുന്നത് തന്നെയാണ് നമുക്ക് സാധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളതാണ്. 3, നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ യാത്രയിൽ എൻ്റെ ദൈവം തമ്പുരാനെ മോശയ്ക്കുണ്ടായതുപോലെ അല്ലെങ്കിൽ പൗലോസിനുണ്ടായതുപോലെ എൻ്റെ വളർച്ചയ്ക്കനുസരിച്ചുള്ള വെളിപാടുകൾ എനിക്ക് ലഭിക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഞാൻ 16-ാമത്തെ വയസ്സിൽ കർത്താവിന് വേണ്ടി എൻ്റെ ഹൃദയം കൊടുത്തതാണ് എന്ന് പറയുന്ന ആളിന് 16-ാമത്തെ വയസ്സിലൊരു സ്റ്റാഗ്നേഷൻ സംഭവിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വിചാരം. 16-ാമത്തെ വയസ്സിൽ എൻ്റെ ഹൃദയം കൊടുത്തതാണ് എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിനൊരു വളർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ആധ്യാത്മികത ശരിയല്ല. ഫ്രം ദാറ്റ് ടൈം ഓൺ ഐ വാസ് എക്സ്പീരിയൻസിങ് വിഷൻസ്, ഐ വാസ് എക്സ്പീരിയൻസിങ് ഇൻറോഡ് ഫ്രം മൈ ലോഡ്. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള ഇൻറോഡ്സ് ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഐ ആം എക്സൈറ്റഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഐ എം നോട്ട് സ്റ്റാഗ്നൻറ്റ്. ഒരിക്കലും സ്റ്റാഗ്നൻ്റ് അല്ല, സ്റ്റിൽ ഗ്രോയിങ്, വളർന്നുകൊണ്ടേയിരിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപയാൽ. യേശു ക്രിസ്തു എന്ന തലയോളം വളരുകയാണെന്നൊക്കെ നമ്മൾ പറയുമ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രോയിങ് അൺ ടു ദി സ്റ്റേച്ചർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു എന്ന തലയോളം
വളരുകയാണ് എന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ ആ ക്രിസ്തു എന്ന തലയോളം വളരുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിന് നമ്മളെ തന്നെ ഒന്ന് പൗലോസിൻ്റെ ഞാനീ പറഞ്ഞ വാചകം, അതായത് ക്രിസ്തു യേശുവിൻ്റെ ബദ്ധനെന്നും എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ എന്നുള്ള 2 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ ധ്യാനങ്ങളുമായി നമ്മൾ പ്രതികരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഒരു അക്കാഡമിക് പ്രതികരണം മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ദൈവവും നാമുമായിട്ടുള്ള അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന സാക്ഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജീവിത പ്രതിസന്ധികളിൽ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാൻ ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ഞാനും അതാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, സ്റ്റാഗ്നേഷനിൽ നിന്ന്, വരൾച്ചയിൽ നിന്നും, വളർച്ചാ മുരടിപ്പിൽ നിന്നും ദൈവം എന്നെ വിടുവിക്കണമേ. അതാണ് പൗലോസിൻ്റെ വളർച്ചയുടെ ഒരു യാത്ര. ദർ വാസ് നോ സ്റ്റാഗ്നേഷൻ. ഒരു സ്റ്റാഗ്നേഷനും ഇല്ല. നമുക്ക് നമ്മുടെ വളർച്ചയെക്കുറിച്ച് ഒക്കെ നമ്മളൊന്ന് ധ്യാനിക്കണം എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഞാൻ ആ ഭാഗം അങ്ങോട്ട് വിടുകയാണ്. ഇന്നത്തെ ഈ 3-ാം അധ്യായത്തെ ആസ്പദമാക്കി ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച രണ്ടാമത്തെ ഒരു കാര്യം, ദ മിസ്റ്ററി ദാറ്റ് വാസ് ദ ചർച്ച് ഓർ മിസ്റ്ററി ദാറ്റ് ഹീസ് ദ ചർച്ച്. സഭ എന്ന മർമ്മം എന്നുള്ള ഒരു ചിന്തയാണ്. എൽ ബാഷാം എന്ന വളരെ പ്രഗത്ഭനായ ഒരു കൾച്ചറൽ ഹിസ്റ്ററി പണ്ഡിതനുണ്ട്, എൽ ബാഷാം. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് ഞാനിപ്പോൾ ഒന്ന് കടമെടുത്തിട്ട് ഞാൻ എൻ്റെ ഈ ധ്യാനത്തിന് അതിനോട് ചേർത്ത് വെക്കാനായിട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ, ഇന്ത്യ എന്ന മഹാത്ഭുതം എന്നാണ്. എൽ ബാഷാം ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞാൻ ആ ടൈറ്റിലൊന്ന് കടമെടുത്തിട്ട് ദ വണ്ടർ ദാറ്റ് ഈസ് ദ ചർച്ച്, ദാറ്റ് ഈസ് ദ ചർച്ച്, ദ വണ്ടർ ദാറ്റ് ഈസ് ദ ചർച്ച്. സഭ എന്ന അത്ഭുതം, സഭ എന്ന മർമ്മം. അപ്പോൾ വാട്ട് ഈസ് ദ ചർച്ച്, സഭ എന്താണ് എന്ന് നമ്മൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. തുടർച്ച ഇങ്ങനെയാണ്. ക്രിസ്തു സംഭവത്തിൻ്റെ ഇമ്പാക്റ്റാണ് സഭ എന്ന് പറയുന്നത്. ക്രിസ്തു സംഭവത്തിൻ്റെ ഇമ്പാക്റ്റാണ് ദ ക്രൈസ്റ്റ് ഈവൻറ്റ്. ക്രിസ്തു സംഭവത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ? ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ ക്രിസ്തു എന്ന തലയോളം വളർന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്റ്റ് ഈസ് ദ ചർച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നും ആൻഡ് ഹീ ഈസ് ദ ഹെഡ് ഓഫ് ദി ചർച്ച്. സഭയാകുന്ന ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തു എന്നൊക്കെ പറയുമ്പോൾ ഈ ശിരസിനോട് ചേർന്നിരിക്കുന്ന സമഞ്ജസമായ ഒരു വളർച്ച, അൻ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത്, നമുക്കങ്ങനെ പറയാം. ഒരു വളർച്ച, അതിനോട് ചേർന്നിരിക്കുന്ന യോജിക്കുന്ന ഒരു വളർച്ച. നമ്മുടെ അവയവങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഊർജം പകരപ്പെടുന്ന ഒരു വളർച്ച, അതൊക്കെയാണ് ക്രിസ്തു സഭ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം സഭയെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. നമ്മളിവിടെ വായിക്കുന്നു, ഈ അധ്യായത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ സഭ എന്നത് പറയുന്നതിൽ സുവിശേഷത്താൽ ജാതികളും കൂട്ടവകാശികളാകുന്നു എന്നുള്ള മർമ്മമാണ്. അത് തലമുറകൾക്ക് മറഞ്ഞിരുന്നതാണ്, എന്നാൽ ഇപ്പോൾ അത് വെളിവായി വന്നിരിക്കുന്നു. എ ഹിഡൻ മിസ്റ്ററി ഈസ് നൗ റിവീൽഡ്. ഒരു മറഞ്ഞിരുന്ന മർമ്മം ഇപ്പോൾ വെളിവായി വന്നിരിക്കുകയാണ്. വേദപുസ്തകം കയ്യിലുള്ള ആളുകളിൽ വായിച്ചാൽ മതി, അല്ലെങ്കിൽ അത് നോക്കിയാൽ അത് മനസ്സിലാകുമല്ലോ, അവിടെ അതുണ്ട് എന്നുള്ളത് നമുക്കറിയാം. സുവിശേഷത്താൽ ജാതികളും കൂട്ടവകാശികളാകുന്നു എന്നുള്ള മർമ്മമാണ്. ഇറ്റ് വാസ് നോട്ട് റിവീൽഡ് സോ ഫാർ. അപ്പോൾ ഈ സുവിശേഷം, വാട്ട് ഈസ് ഗോസ്പൽ? സുവിശേഷം എന്നാൽ എന്താണ്? ഗോസ്പൽ ഈസ് ഗുഡ് ന്യൂസ്, സുവാർത്തയാണ്. ഇൻ വാട്ട് വേ ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ്? എങ്ങനെയാണ് സുവിശേഷം സുവാർത്ത ആകുന്നത്? ആർക്കാണ് സുവാർത്തയാവുന്നത്? പാപികളായവർക്ക് സുവാർത്തയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയും. പരീക്ഷ മനോഭാവമുള്ള ആളുകൾക്ക് നമുക്കത് സുവാർത്തയായിട്ട് മാറുമോ? അല്ലെങ്കിൽ പരീക്ഷ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾക്കത് ഏതെങ്കിലും തെറ്റ് സുവാർത്തയായിട്ട് മാറുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്.
എന്നാൽ ടു ഹൂം ഇറ്റ് ഈസ് ഗോസ്പെൽ, ടു ഹൂം ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ്, ആർക്കാണ് അത് സുവാർത്ത ആയിത്തീരുന്നത്? ഇംഗ്ലീഷിൽ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ 2 വാക്കുകളുണ്ട്. ഒന്ന് ഇമ്പെരറ്റീവാണ്, മറ്റത് ഇൻഡിക്കേറ്റീവാണ്. ഇമ്പെരറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമ്പെരറ്റീവ് ഡിമാൻഡിങ് ആണ് അല്ലേ, ഇമ്പെരറ്റീവാണ്. ഇൻഡിക്കേറ്റീവ് എന്ന് പറയുമ്പോൾ ഒന്നിനെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു ധ്യാനത്തിന് വേണ്ടിയാണ്. ദ ക്രിസ്ത്യൻ ഗോസ്പൽ ബേസിക്കലി ഈസ് നോട്ട് ആൻ ഇമ്പെരറ്റീവ്, ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റീവ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇമ്പെരറ്റീവ് ബട്ട് ഇൻഡിക്കേറ്റീവ്. അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നുള്ള ഒരു അരുതുകളുടെയും ആവതുകളുടെയും ഒരു കൽപ്പന എന്നുള്ളതിനേക്കാൾ അത് ഒരു പ്രസ്താവനയാണ്. ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ, ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വാട്ട്? സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വാട്ട്? എന്തിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്? ദ സാൽവേഷൻ ദാറ്റ് ഈസ് റിയലൈസ്ഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലൂടെ അറിവായി വന്ന രക്ഷയുടെ മർമ്മം എന്നുള്ളതാണ്. ആ മർമ്മത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇന്നത് ചെയ്താലാണ് ഇങ്ങനെയാണ് രക്ഷ എന്നുള്ള ഒരർത്ഥത്തിലല്ല. പ്രത്യുത ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റീവ്. അതാണ് സുവാർത്ത. നമുക്കറിയാവുന്നതുപോലെ യഹൂദന്മാർ രക്ഷയുടെ മർമ്മങ്ങളെ അല്ലെ രക്ഷയിലേക്ക് പ്രവേശിക്കുന്നതിന് ന്യായപ്രമാണത്തിൻ്റെ അനുസരണം, if that was the condition of salvation, ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിനപ്പുറത്ത് ഇവിടെ വെളിവായി വരുന്നത് it is something else. The Christ has done something in Calvary. കാൽവറിയിൽ അവൻ എന്തോ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അത് മുഖാന്തരം അനുരഞ്ജനത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അതിലുപരി ദൈവിക വളർച്ചയുടെയും അനുഭവത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിലൊക്കെ ഇന്നുകൊണ്ട് മാത്രമേ തീരത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയും, ഒരു നിയമവും ഇല്ലാത്ത അരാജകത്വത്തിൻ്റെ ആൻറ്റിനോമിനിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കുള്ള ഒരു കൂപ്പുകുത്തലല്ല സുവിശേഷം. നമുക്ക് താഴോട്ട് വരുന്ന 2 അധ്യായം 10-ാം വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, സൽപ്രവൃത്തികൾക്കായി ദൈവം നിങ്ങളെ സൃഷ്ടിച്ചവരാണ് എന്നൊക്കെ പറയും. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരർത്ഥത്തിലല്ല ഞാനത് പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് നോട്ട് എ ലൈസൻസ് ആൻഡ് പെർമിഷൻ. ഇറ്റ് ഈസ് നോട്ട് ലൈസൻഷ്യസ്നെസ് ആൻഡ് പെർമിസീവ്നെസ് ടു ഡു എനിത്തിങ്. എന്തെങ്കിലും ചെയ്യാനുള്ള ഒന്നേ അല്ല. പ്രത്യുത രക്ഷ എന്നത് യേശുക്രിസ്തു കാൽവറിയിൽ നിർവഹിച്ച ഒരു വലിയ ശുശ്രൂഷയാൽ മനുഷ്യവർഗത്തിന് നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ചിന്തയുണ്ട്. അതിലേക്ക് എല്ലാവരും പ്രവേശിച്ചാൽ മതി, യഹൂദനും യവനനും ഒരുപോലെ പ്രവേശിച്ചാൽ മതി എന്നുള്ള ഒരു വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസത്താൽ പ്രവേശനം സൗജന്യമായി ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരാശയമാണ്. പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് ഗോസ്പൽ. ഇതാണ് സുവിശേഷം. എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ആർ വി ലൂസിങ് ദ സ്പിരിറ്റ് ഓഫ് ദ ഗോസ്പൽ? ആർ വി ലൂസിങ് ദ സ്പിരിറ്റ് ഓഫ് ദ ഗോസ്പൽ? സുവിശേഷത്തിൻ്റെ ഒരു സ്പിരിറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് സുവിശേഷത്തിൻ്റെ സ്പിരിറ്റ് നഷ്ടപ്പെടുവാനായിട്ട് പാടില്ല. സുവിശേഷം സർവ്വജനത്തിനുമുള്ള മഹാസന്തോഷമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ മാലാഖമാർ പാടിയതാണ്, സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാനും നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്നാണ്. ആ സർവ്വജനത്തിനുള്ള മഹാസന്തോഷം, ആ ഒരു 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 യൂണിവേഴ്സലിസത്തിൻ്റെ, സാർവലൗകികത്വത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് സുവിശേഷം എങ്കിൽ, ആ സുവിശേഷത്തിൻ്റെ പ്രഭയിലാണ് മലങ്കര സഭ ജ്വലിച്ചത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ സുവിശേഷത്തിൻ്റെ പ്രഭയിലാണ് നമ്മുടെ മാതാപിതാക്കന്മാർ അഭിമാനം കൊണ്ടത് എങ്കിൽ, ആ സുവിശേഷത്തിൻ്റെ പ്രഭയിലാണ് മാരാമൺ കൺവെൻഷൻ മണൽപ്പുറം കോരിത്തരിച്ചത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഇന്നും നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സുവിശേഷത്തിൻ്റെ ശക്തി നഷ്ടപ്പെടാതെ ഇരിക്കുന്നതിന് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ള വലിയൊരാശയം തന്നെയാണ്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലും, പിന്നെ തിരുമേനി എന്നോട് 8:20 നിർത്താനാണ്
പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ചർച്ചയ്ക്കൊക്കെ ഉള്ള സമയം വേണം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് തുടർച്ചയായി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ആരംഭ ദിവസമായിരുന്നതുകൊണ്ട് തുടക്കത്തിൽ അല്പസമയം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളൊരു വേദപഠനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിച്ച കാര്യങ്ങളാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നതിനും അതുപോലെ തന്നെ സുവിശേഷത്തിൻ്റെ ദർശനത്തിൻ്റെ വ്യവസ്ഥ പാലിക്കുന്നതിനും സഭയുടെ മർമ്മം, സുവിശേഷത്തിൻ്റെ മർമ്മം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് യാഥാർത്ഥ്യമാക്കുന്നതിനുമൊക്കെ ദൈവത്തിൻ്റെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എൻ്റെ കയ്യിൽ ഈ ദിവസത്തേക്ക് അല്പം കൂടെ മുമ്പോട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്നാൽ നാളെ അത് പറയാമല്ലോ എന്നുള്ളത് കൊണ്ട് ഞാനിന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് രാവിലെ സമയത്ത്. താങ്ക് യു വെരി മച്ച്.